രോഗികൾ ആശുപത്രിയിൽ തറയിൽ കിടക്കുന്നത് ഒഴിവാക്കാൻ നടപടി ആരംഭിച്ച സർക്കാർ. ബുധനാഴ്ച മുതൽ രോഗികളെ മെഡിക്കൽ കോളേജിൽ നിന്ന് പുലയനാർകോട്ടയിലേക്ക് മാറ്റും. ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ രോഗികളെയാണ് മാറ്റുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രത്യേക ടീം രൂപീകരിച്ചു. ജനറൽ മെഡിക്കൽ കോളേജിൽ ആകെ 600 ബെഡുകളാണുള്ളത്. എന്നാൽ 100-ന് മുകളിൽ രോഗികളാണ് ഒരു ദിവസം അഡ്മിറ്റ് ആകുന്നത്. രോഗികളെ നിലത്തു കിടത്തില്ല എന്നും പുതിയ കിടക്കകൾ ആശുപത്രിയിൽ സജ്ജീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. രോഗികളെ മെഡിക്കൽ കോളേജുകളിൽ നിലത്ത് കടന്ന് ഒഴിവാക്കാനുള്ള സംരംഭത്തിൻ്റെ ആദ്യപടിയാണ് പുലയനാർകോട്ടയിൽ. അത് കഴിഞ്ഞ് രണ്ടാമത്തത് കോഴിക്കോടാണ്. DMEയും DHSും അവരുടെ ഒരു കോർഡിനേഷനിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പനി ക്ലിനിക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇപ്പോൾ 200ഓളം ബെഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ CSR ഫണ്ട് ഉപയോഗിച്ചൊരു പുതിയ ബ്ലോക്ക് നിർമ്മിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവിടെയും ഈ രോഗികളെ നിലത്ത് കടത്തുന്നുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. MG പ്രതീഷ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണ് അത്. വലിയ ഗുരുതരമായ ആരോഗ്യ സാഹചര്യങ്ങളുള്ള മനുഷ്യർ തറയിൽ കിടക്കുക, വലിയ വേദനകൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഒരു ബെഡിൽ ഒന്ന് തിരിയാനോ മറിയാനോ കഴിയാതെ കിടക്കുക തുടങ്ങിയ കാഴ്ചകളൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകുമോ? മധു, കെ മുരളീധരൻ ആരോഗ്യമന്ത്രിയായതിനു ശേഷം നടത്തിയ ആദ്യ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഈ രോഗികൾ തറയിൽ കിടക്കുന്നത് ഒഴിവാക്കുമെന്നതാണ്. ഇപ്പോൾ അതിലേക്കുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയെന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആദ്യം പൈലറ്റ് പദ്ധതിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇത് നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ നിന്ന് രോഗികളെ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. ഈ പുലയനാർകോട്ട സർക്കാർ ആശുപത്രിയിൽ 500 കിടക്കകളുണ്ട്. ജനറൽ മെഡിസിൻ, അതായത് പകർച്ചപ്പനി ഉൾപ്പെടെ ബാധിച്ചെത്തുന്ന രോഗികളെയാണ് പ്രധാനമായി പുലയനാർകോട്ട ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഇതിനായി പ്രത്യേക കിടക്കകൾ സജ്ജമായി കഴിഞ്ഞു. ബുധനാഴ്ച മുതൽ രോഗികളെ അങ്ങോട്ടേക്ക് മാറ്റി തുടങ്ങാനാണ് നിലവിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ പ്രത്യേക യൂണിറ്റും ഇതുമായി സജ്ജമായിട്ടുണ്ട്. പ്രത്യേക ഒരു ടീമിനെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ ചികിത്സ ആശുപത്രിയിൽ ഉറപ്പാക്കുക. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കി. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പിന്നീട് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുകയാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. കിടക്ക രോഗിയുടെ അവകാശമാണ് എന്നുള്ള ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രധാനമായും ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് മാധു പറഞ്ഞതുപോലെ വളരെ ദയനീയമായ കാഴ്ചകളാണ് പ്രധാനപ്പെട്ട വാർഡുകളിലൊക്കെ തന്നെ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത്. ആ ദുരിതത്തിന് ഇതോടുകൂടി തന്നെ അറുതിയാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ബുധനാഴ്ചയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, രോഗികളെ മാറ്റുന്ന നടപടികൾ ആരംഭിക്കും എന്നതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.